ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വയുടെ ചിങ്ങം രാശി സ്ഥിതി കൊണ്ട് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർദത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നുചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ വിചിന്തനം ചെയ്യും. ചൊവ്വ 2025 ജൂൺ മാസം 7-ാം തീയതി മുതൽ ജൂലൈ മാസം 28-ാം തീയതി വരെയുള്ള 54 ദിവസമാണ് ആ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ വളരെയധികം നേട്ടങ്ങൾ ഈ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ജാതകം എഴുതുന്ന കാര്യത്തിലായാലും ജാതകം നോക്കുന്ന, അതായത് പൊരുത്തം നോക്കുക, അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങളോ വിവാഹ തടസ്സങ്ങളോ ഗൃഹഭാഗ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിനും അവസരമുണ്ടായി. ചൊവ്വയെ സംബന്ധിക്കുന്നിടത്തോളം കർക്കിടകം രാശിക്കാർക്ക് ഭാഗ്യ ഗ്രഹമാണ്, രാജയോഗകാരകൻ. അതായത് 5-ാം ഭാവാധിപത്യം കൊണ്ട് ത്രികോണാധിപത്യവും 10-ാം ഭാവാധിപത്യം കൊണ്ട് കേന്ദ്രാധിപത്യവുമുള്ള ആ ചൊവ്വാഗ്രഹം ഈ 54 ദിവസം സ്ഥിതി ചെയ്യുന്നത് ധനസ്ഥാനത്താണ്. അപ്പോൾ ധനസ്ഥാനാധിപന്റെ സ്ഥിതിയും ഉത്തമമാണ്. വ്യാഴത്തിന്റെ അനുഗ്രഹം കുറഞ്ഞു നിൽക്കുന്നു. എന്നിരുന്നാലും പൊതുവെ നോക്കുമ്പോൾ ശുക്രന്റെ സ്ഥിതി കൊണ്ടും വളരെ നല്ല അവസ്ഥയാണ് ഈ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരുക. ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്നതിന് അവസരങ്ങൾ വന്നു ചേരും. മനസ്സ് നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതായത് ഏത് കാര്യങ്ങൾ ആണ് നമ്മുടെ മുൻപിൽ വരുന്നത് അനുഭവത്തിൽ, ആ സന്ദർഭങ്ങളിൽ അത് എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് പ്രവർത്തിച്ച് വിജയിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളത് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള യോഗമുള്ള സമയമാണ്. അതായത് തൊഴിൽ ചെയ്ത് ധനം നേടാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്നു ഈ കർക്കിടകം രാശിക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. 5-ാം ഭാവം എന്ന് പറയുമ്പോൾ പ്രജ്ഞ, പ്രതിഭ, മേധ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, മാതൃതനിജ, ചിന്തനീയം, പഞ്ചമഭാത് എന്ന പ്രമാണപ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ഉപരിപഠനത്തിന്റെയും അതുപോലെ തന്നെ തൊഴിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ തൊഴിൽ ലഭിക്കുവാൻ അവസരമുണ്ടാകാത്ത രീതിയിൽ മേന്മ വന്നു ചേരുന്നതിന് കഴിവ് തെളിയിക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ഒരു ധൈര്യവും വീര്യവും ഒക്കെ വന്നു ചേരുക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഗാംഭീര്യം വന്നു ചേരുവാനൊക്കെ യോഗം. അതുപോലെ തന്നെയാണ് തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനാണ് ധനസ്ഥാനത്ത്. ദേവാലയം, നഗരസഭ, മാർഗാലയം, സർവകർമാണി, ആജ്ഞാലംബനമേധ സർവം, ചിന്തനീയം, ദശമേന എന്ന പ്രമാണപ്രകാരം തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനാണല്ലോ ആ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ധനം വന്നു ചേരും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പാഴായി പോകാതെ ശ്രദ്ധിക്കണം. അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുക. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് സൂക്ഷിക്കുക. പിന്നീട് യാതൊരു കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി ഉപയോഗിക്കാനായിട്ട് വേണ്ടതാണെന്ന് തോന്നും, വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞ് പൊടി പിടിച്ച് അവിടെ കിടക്കും, യാതൊരു പ്രയോജനവും ഇല്ലാതെ ഡെഡ് മണി ആയിട്ട്. അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ സൂചനയുള്ളതിനാൽ സ്വന്തം കൈവശം വന്നു ചേരുന്ന ധനം എപ്പോഴും പിന്നീട് ഉപയോഗിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ പിന്നീട് എടുക്കത്തക്ക രീതിയിൽ നിക്ഷേപങ്ങളായിട്ടോ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിട്ടോ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ പിന്നീട് വരുന്ന കാലത്ത് വളരെ അനുകൂലമായിട്ട് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ 54 ദിവസം ചൊവ്വയെ കൊണ്ട് അനുഗ്രഹം വന്നു ചേരുക.
അതുപോലെ തന്നെയാണ് കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ, സുഖസ്ഥാനത്തിന്റെ ഉപജയസ്ഥാനത്തിന്റെ ആധിപത്യമുള്ള ശുക്രൻ ഉപജയസ്ഥാനത്തും തൊഴിൽ സ്ഥാനത്തും മാറി മാറി ഈ 54 ദിവസം ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ 12ാം ഭാവത്തിലേക്കും വരുന്നുണ്ട്. അപ്പോൾ സ്വന്തം നാട് വിട്ട് കലാപ്രകടനങ്ങളുമായിട്ട് പോകുന്നതിന് വിവിധങ്ങളായ രീതിയിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ആർക്കിടെക്ടേഴ്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ്, ബിടെക്കുകാര്, എംടെക്കുകാര്, അതുപോലെ തന്നെ MCAക്കാര്, ഡിസൈനിങ് ചെയ്യുന്നവര്, ഒരു ഹോം നേഴ്സ് ആയാലും, അതുപോലെ തന്നെ പാചകകലയായാലും, വസ്ത്ര വ്യാപാരവും നിർമ്മാണവുമായി ബന്ധപ്പെട്ട കല, അതുപോലെ ബ്യൂട്ടി പാർലർ നടത്തുന്നവര്, വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവര്, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായാലും, അങ്ങനെ നോക്കുമ്പോൾ കലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട അനവധി തൊഴിൽ മേഖലകളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അഭിവൃദ്ധി വന്നു ചേരുവാൻ ഈ ചൊവ്വ സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കും. അവസരങ്ങൾ പാഴാക്കരുത്. വന്നു ചേരുന്ന അവസരം വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ പിന്നീട് അതോർത്ത് വ്യസനിച്ചിട്ട് കാര്യമില്ലല്ലോ. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും ഒക്കെ ഒരു പരിധിവരെ സഹായത്തിന് ഉണ്ടാകുകയും ചെയ്യും. പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ ആണെങ്കിൽ മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേർന്ന് സുഖമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വിവാഹം കഴിച്ച ദമ്പതികളായിട്ടുള്ളവർക്ക് അകന്ന് കഴിയുക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ദേഷ്യം വന്നു പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നവർക്ക് ഒന്നിച്ച് യോജിക്കുവാൻ പറ്റിയ അവസരമാണ്. അതായത് സപ്തമഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ശനി അഷ്ടമഭാവത്തിൽ 2.5 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പലതരത്തിലുള്ള അലോസരതകൾ ഉണ്ടാകാം. അതൊക്കെ മാറി ഇപ്പോൾ സപ്തമഭാവത്തിന്റെ അധിപൻ പൂർണ്ണബലവാനായിട്ട് ഭാഗ്യസ്ഥാനമായ 9ാം ഇടത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ്, ഉത്തമ സന്താനയോഗം ഉള്ള കാലമാണ്. ദീർഘനാളുകളായിട്ട് സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒരു സന്താനം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയം. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. സ്ഥാനഭ്രംശ സ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ബുധൻ അവിടെ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ കൂടെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും ഉണ്ട്. അപ്പോൾ 9ാം ഭാവാധിപനാണല്ലോ ആ സ്ഥാനഭ്രംശ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്. വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യത്തിനും ദീർഘദൂര യാത്രയെ സൂചിപ്പിക്കുന്ന കാര്യത്തിനുമൊക്കെ അനുകൂലമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ നാഗരാജാവിന് പ്രീതികരമായ വഴിപാടുകൾ, ആയില്യപൂജകളിൽ പങ്കെടുക്കുകയോ മറ്റ് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.